ലോകത്തെ സ്വാധീനിച്ച ഇന്ത്യൻ വംശജനായ സെൽഫ് ഹെൽപ്പ് ഗുരു ജയ് ഷെട്ടി ഇപ്പോൾ വിവാദ നായകനായി മാറിയിരിക്കുകയാണ്. എഴുത്തുകാരനും പോഡ്കാസ്റ്ററും ലൈഫ് കോച്ചുമെല്ലാമായ ജയ് ഷെട്ടി തന്റെ പ്രഭാഷണങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാറുണ്ട്. ഇന്ത്യയിൽ വച്ച് ഒരു സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിച്ചതാണ് തന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവെന്ന് ജയ് ഷെട്ടിയുടെ ജീവിതചരിത്രത്തിൽ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് ജീവിതം ഉപേക്ഷിച്ച് പിന്നീട് ജയ് ഷെട്ടി ആത്മീയതയുടെ പാതയിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ ജയ് ഷെട്ടി പറഞ്ഞ കഥകൾ പലതും തെറ്റാണെന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ഗാർഡിയൻ പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ സന്യാസിമാർക്കൊപ്പം കഴിഞ്ഞുവെന്ന് പറഞ്ഞതുപോലും കള്ളമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ പോലും കോപ്പിയടികൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുയർന്നു. 1987 സെപ്റ്റംബർ 6 ലണ്ടനിലാണ് ജയ് ഷെട്ടിയുടെ ജനനം. പഠനത്തിൽ മികവ് പുലർത്തിയ അദ്ദേഹം കാസ് ബിസിനസ് സ്കൂളിലാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തിയത്. പിന്നീട് കൃത്യമായ ലക്ഷ്യബോധമൊന്നുമില്ലാതെ മുന്നോട്ടു പോയിരുന്ന ജയ് ഷെട്ടിയുടെ ജീവിതം മാറിമറിഞ്ഞത് ഒരു ഇന്ത്യൻ സന്യാസിയുടെ പ്രസംഗം കേൾക്കുന്നതോടെയാണ്. 2016 ജയ് ഷെട്ടി തന്റെ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്തു. അവിടെ നിന്നാണ് ലോകമറിയുന്ന സെൽഫ് ഹെൽപ്പ് ഗുരുവിലേക്ക് വളർന്നത്. ഷെട്ടിയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾക്ക് പതുക്കെ പതുക്കെ കാഴ്ചക്കാർ കൂടിത്തുടങ്ങി. സോഷ്യൽ മീഡിയയിലെ ഹീറോ ആയി മാറിയ ഷെട്ടിയെ ഹഫിംഗ്ടൺ പോസ്റ്റ് സഹ ഉടമ അരിയാന ഹഫിംഗ്ടൺ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ മാറി. ഹഫിംഗ്ടൺ പോസ്റ്റിനു വേണ്ടി ലോകപ്രശസ്തരായ വ്യക്തികളെ ജയ് ഷെട്ടി ഇന്റർവ്യൂ ചെയ്തു. ജെന്നിഫർ ലോപ്പസിന്റെയും ബെൻ അഫ്ലെക്കിന്റെയും വിവാഹം ഒഫീഷ്യേറ്റ് ചെയ്തതും ഷെട്ടിയായിരുന്നു. ഹോളിവുഡ് നടൻ വിൽ സ്മിത്തിന്റെ ലൈഫ് കോച്ചായും അദ്ദേഹം മാറി. ഇരുവരും ഒരുമിച്ച് ഭഗവത്ഗീത പഠിക്കുകയും ചെയ്തു. കിം കർദഷ്യൻ, അരി ഇമ്മാനുവൽ, ലൂയിസ് ഹാമിൽട്ടൺ, ടോം ഹോളണ്ട് തുടങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ വരെ ജയ് ഷെട്ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ നടത്തിയ ഡിന്നർ പാർട്ടിയിലും ജയ് ഷെട്ടിക്ക് ക്ഷണമുണ്ടായിരുന്നു. പുസ്തക വിപണിയിൽ തരംഗമായിട്ടുള്ള 2 പുസ്തകങ്ങളും ജയ് ഷെട്ടി രചിച്ചു. 2020 തിങ്ക് ലൈക്ക് എ മോങ്ക് എന്ന പുസ്തകം പുറത്തുവരുന്നത്. 2023 8 റൂൾസ് ഓഫ് ലൈഫ് എന്ന പുസ്തകവും പുറത്തുവന്നു. ജോൺ മക്ഡെർമോട്ട് എന്ന ഗാർഡിയൻ മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ ജയ് ഷെട്ടിയുടെ ജീവിതത്തെ ചോദ്യചിഹ്നത്തിൽ നിർത്തിക്കൊണ്ട് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2010 മുതൽ 2023 വരെയുള്ള ജീവിതത്തിൽ ജയ് ഷെട്ടി ഒരുപാട് കള്ളങ്ങൾ കാണിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോകം വിശ്വസിച്ച സെൽഫ് ഹെൽപ്പ് ഗുരു അങ്ങനെ വിവാദ നായകനായി മാറിയിരിക്കുകയാണ്.